എ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോട്ടിന് ഓരോന്നിനും 650 വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ ടോക്ക് ഉണ്ട്. അപ്പോൾ ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ എങ്കിൽ ലാഭം കൊയ്തേ പോകത്തുള്ളൊരു ടോക്ക് ഉണ്ട്. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷേട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടോ ഈ സബ്ജക്റ്റിൽ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നോട് തോന്നുന്നത് തമാശയ്ക്ക് പറയാൻ നിങ്ങളൊരു ജീവിതമെന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല. നമുക്കൊരു സിനിമ, എല്ലാ സിനിമകളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകൻ്റെയും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല, എൻ്റെയും റൈറ്ററുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള, നമുക്ക് കണ്ടുപരിചയമുള്ള, ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൈതൃക്കൻ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്, എടാ നീ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഇതിങ്ങനെ എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. ഓക്കെ, ഇതിനകത്ത് മോസ്റ്റ്ലി ഒരു റാപ്പ് സോങ്സ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോങ്സ് ആണോ ഉള്ളത്? ഇനി വരാനുള്ള എല്ലാം ജോണേഴ്സ് ഉണ്ട്. നമ്മൾ പ്രൊമോഷണൽ ട്രാക്ക് വാസ് എ മിക്സ്ചർ ഓഫ് വിജയലക്ഷ്മി ചേച്ചി പാടിയതും തിരുമാലിയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. 2 വോയിസസ് ഭയങ്കര ഇഷ്ടപ്പെട്ട വോയിസസ് ആണ്. അപ്പോൾ അവർ യൂസ് ചെയ്യാൻ പറ്റിയ ആ ട്രാക്കിൽ അതിൻ്റെ ഒരു ഐ വാസ് എക്സൈറ്റഡ് ഫോർ. പിന്നെ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ആ ഗ്രാഫ് മാറുന്നതനുസരിച്ച് ദ മ്യൂസിക് ഓഫ് ദ ഫിലിം ഇസ് ഓൾസോ ചേഞ്ച്. ഒരുപാട് ഇടാനുള്ള അവസരം തന്നിരുന്നു, നല്ല ഫ്രീഡം തന്നൊരു ഡയറക്ടറായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമർ, ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടിയും കൂടെയാണ്. ഞാൻ സുരാജേട്ടൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തത് നാഗേന്ദ്രൻസ് ആണ്. ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അത് സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേട്ടനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ്. ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ്, പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ്. അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ ഈ കോട്ട്, വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിൽനയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട. കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് ലിസ്റ്റിൻ പറയാൻ തുടങ്ങി. ഇത് നോക്കൂ, നമുക്കൊരു 10 മിനിറ്റ് ഒരു പോസാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വാർത്തയാവും, ഇതൊരു ഇതാവും, സംഭവമാണ്, ഇതൊന്ന് ഇടണം, അല്ല നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇടാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കംഫർട്ടബിളായി. സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻ ജിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ മനോരോഗി അല്ലേ, ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ്, എല്ലാവരും എന്താ വൈദ്യന്മാരാണ്. പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട്. എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിന് സമ്മതിപ്പിച്ചത് പോലും.
ഇത് കോട്ട് ഇട്ടത് കൊണ്ട് പറയാൻ എന്നോട് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോട്ടിന് ഓരോന്നിനും 650 വെച്ച് ലിസ്റ്റിൻ ചേട്ടൻ റെന്റ് അടയ്ക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലും ഉണ്ട്, ചെറുതായിട്ട് കൈയൊക്കെ ചൊറിഞ്ഞു തുടങ്ങുന്നുമുണ്ട്. ലിസ്റ്റിൻ ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത്, പുള്ളി റെന്റഡ് അല്ല, പുള്ളിയുടെ സ്വന്തമാണത്. അല്ല, ഈ സിനിമയില് ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബം സൈക്കോ ആണോ? അതാണ് ബിനു മാത്രമാണോ ബിനുവിന്റെ കുടുംബത്തിൽ എല്ലാവരും സൈക്കോ ആണോ? ഇല്ല, ഇത് പരിചയമുള്ളൊരു ശബ്ദം. അല്ല, സൈക്കോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ പറ്റുന്നതല്ല. ഓരോരുത്തരും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ക്യാരക്ടർ ഫ്ലേവറിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ED എന്നുള്ള പേരിടാനുള്ള കാരണം അല്ല, ED എന്നുള്ള പേരിടാൻ കാരണം എക്സ്പീരിയൻസ്ഡ് ഗായ്. അപ്പൊ പിന്നെ ആ പേരിട്ടെന്ന് ഇടി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ്. മുഴുവൻ, കംപ്ലീറ്റ്, മുഴുവൻ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ED. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കന്നഡയിൽ ഡബിങ് ചെയ്തു എന്ന് വെച്ചു. അപ്പോൾ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും. ED, മുഴുവൻ, കംപ്ലീറ്റ് ഫിലിം. ആക്ച്വലി ഇത് എൻ്റെ തേർഡ് ഫിലിമാണ്. അപ്പോൾ രണ്ട് ഫിലിമും ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമ്മളൊരു വേ സെറ്റിംഗ് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ. ഇപ്പോൾ ഖൽബാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് അതിൽ. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കഥയ്ക്ക് എന്താണ് ഇത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കഥയ്ക്ക് എന്താണ് വേണ്ടത് ആ രീതിയിലുള്ളൊരു ഫ്രെയിമുകളും നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്ന കാര്യം. ഫീഡ്ബാക്ക് ഉണ്ട്, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മുടെ ED എന്ന് പറഞ്ഞ സിനിമ, ശരിക്കും ഈ സിനിമ എഴുതാനുണ്ടായ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിനെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ ഈ സിനിമയിലേക്ക് താങ്കൾ എത്തിയത്? ഇതങ്ങനെ ഒന്നും എത്തുന്ന പരിപാടിയല്ലല്ലോ. പിന്നെ ഒരു സമയത്തും ഓരോ തരം സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂക്ഷ്മദർശിനി പോലെയുള്ള സിനിമകൾ അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് ചിന്തിക്കുക, അതിനനുസരിച്ചുള്ള സിനിമകൾ തയ്യാറാക്കുന്ന ശ്രമം നടത്തുക, അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ കഴിയുന്ന നടന്മാർ, പ്രൊഡ്യൂസേഴ്സ് അവരെടുത്തെത്താനുള്ള ശ്രമം നടത്തുക. അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് മുമ്പ് ഞങ്ങൾക്കിപ്പോൾ ഇരിക്കാൻ കഴിയുന്നത് എന്നാണ് വിശ്വാസം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാളെ പോയി ബാക്കപ്പ് പേപ്പറും പെന്നെടുത്ത് പോയിട്ട് എഴുതിയെടുക്കുന്ന പരിപാടിയല്ല ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് സമയത്തിന് അനുയോജ്യമായിട്ട് സിനിമ ചെയ്യാൻ എന്താണോ ആവശ്യം ആ ത്രെഡിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അന്യഭാഷ ചിത്രങ്ങളാണ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. ആദ്യം ലിസ്റ്റിൻ ചേട്ടനാണ് കുറേ പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ പല സിനിമകളും ഓവർ റേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. കാരണം നമ്മൾ വിജയുടെയൊക്കെ കണ്ടിന്യൂസ് 3-4 സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടാകും. നമ്മൾ മാക്സിമം സിനിമകൾ ഒരു MG രൂപത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുകയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീമമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങും. അതിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒറ്റ ദിവസത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് ആവുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന 1-2 സിനിമകളിലെയൊക്കെ ലോസ് എന്ന് പറയുന്നത് 10-15 കോടി രൂപ ലോസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഈവൻ പറ്റൂല. അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക, കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക, കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും. വെളുപ്പിന് 4 മണിക്കൊക്കെ വെക്കുന്ന ഷോകളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സോ ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമേനെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ ഇവൻ പറയും, ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയും. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. സോ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ്.
അപ്പം അല്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. സിനിമ ഇനി ഇറങ്ങാനായിട്ടൊരു 3 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ സിനിമ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യും എന്നുള്ളത് അറിയില്ല. ഇപ്പം 50 കോടിയാണോ 25 കോടിയാണോ 100 കോടി. പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും. ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിലായിക്കോട്ടെ, വിലാസിനി സിനിമാസിന്റെ ബാനറിലായിക്കോട്ടെ, ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനിക്കാവുന്ന സിനിമ. ഇറ്റ്സ് എ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും.